ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറിക്സ്. നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ PYQs ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ സെഷനാണ്. സോ ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ദി സെക്കൻഡ് പാർട്ട് ഓഫ് ദ സെറ്റ് PYQs. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ആൻസേഴ്സ് ഒക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ പോർച്ചുഗീസ് വേർ ഫോഴ്സ്ഡ് ടു ക്വിറ്റ് കൊച്ചിൻ ഇൻ ദ ഇയർ. ഏത് വർഷത്തിലാണ് പോർച്ചുഗീസുകാർ കൊച്ചി വിടാൻ നിർബന്ധിതരായത് എന്നുള്ളതാണ്. 1661, 1662, 1663, 1664. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1663 എന്നുള്ളതാണ്. 1663 എന്ത് പോർച്ചുഗീസുകാർ കൊച്ചി വിടാൻ നിർബന്ധിതരാകുന്നത്. അതുവരെ പോർച്ചുഗീസുകാർക്ക് കൊച്ചിയിൽ നല്ല സ്ട്രോങ് ഹോൾഡ് ഉണ്ടായിരുന്നു. പക്ഷേ 1663 ഡച്ച് ഡിഫീറ്റഡ് ദ പോർച്ചുഗീസ് എന്നുള്ളതാണ്. പോർച്ചുഗീസുകാരെ ഡച്ചുകാർ പരാജയപ്പെടുത്തി. അപ്പോൾ പിന്നെ പോർച്ചുഗീസുകാർ കൊച്ചിയിൽ നിന്ന് പോവാൻ നിർബന്ധിതരായി എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഒരു വർക്കാണ് റൈസ് ഓഫ് ട്രാവൻകൂർ ഈസ് ഓതേർഡ് ബൈ. ആരാണ് റൈസ് ഓഫ് ട്രാവൻകൂർ എഴുതിയത്? ഓപ്ഷൻ എ പി ഇബ്രാഹിം കുഞ്ഞ്, ഓപ്ഷൻ ബി MGS നാരായണൻ, ഓപ്ഷൻ സി KM പണിക്കർ, ഓപ്ഷൻ ഡി KN പണിക്കർ. രണ്ടും KN-ഉം KM-ഉം ആ ഒരു ഒറ്റ ലെറ്ററുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആൻഡ് ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റൈസ് ഓഫ് ട്രാവൻകൂർ എന്ന് എഴുതിയിട്ടുള്ളത് ദാറ്റ് ഈസ് ഓപ്ഷൻ എ പി ഇബ്രാഹിം കുഞ്ഞ് എന്നുള്ളതാണ്. ഇനി MGS-ന്റെ വർക്കുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. പെരുമാൾസ് ഓഫ് കേരള, അതുപോലെ തന്നെ കൾച്ചറൽ സിംബയോസിസ്, ഇതൊക്കെയാണ് MGS-ന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ എന്ന് പറയുന്നത്. ആൻഡ് KN പണിക്കരുടെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് എഗെയിൻസ്റ്റ് ദി ലോർഡ് ആൻഡ് സ്റ്റേറ്റ്. യെസ്, എഗെയിൻസ്റ്റ് ദി ലോർഡ് ആൻഡ് സ്റ്റേറ്റ്. അതുപോലെ തന്നെ KM പണിക്കരുടെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഏഷ്യ ആൻഡ് വെസ്റ്റേൺ ഡോമിനൻസ് എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഓർത്ത് വെക്കുക, മറ്റൊരുപാട് വർക്കുകളുണ്ട്, നിങ്ങൾ നന്നായിട്ട് റെഫർ ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: ഹൗ മെനി ആംഗ്ലോ മൈസൂർ ബാറ്റിൽസ് വേർ ദെയർ? മൊത്തം എത്ര ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളാണ് ഉണ്ടായിരുന്നത്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 4 എന്നുള്ളതാണ്. മൊത്തം 4 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെ വർഷങ്ങളിലായിരുന്നു? 1767 to 1769. 69 യുദ്ധം അവസാനിപ്പിക്കുന്ന ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് മദ്രാസ്. ദെൻ 1780 to 1784. 84 യുദ്ധം അവസാനിപ്പിക്കുന്ന ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് മാംഗ്ലൂർ. Then 1791 to 1792. 92 ട്രീറ്റി യുദ്ധം അവസാനിപ്പിക്കുന്ന ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. അടുത്തത് 1799 യുദ്ധം അവസാനിക്കുന്നു, ടിപ്പു മരണപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക കേട്ടോ, ഈ യുദ്ധങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ അനന്തരമുള്ള ട്രീറ്റികൾ ഏതൊക്കെയാണ് എന്നുള്ളത്. സോ മൈസൂർ എന്ന് പറയുമ്പോൾ തന്നെ 4 എന്നുള്ളൊരു സൗണ്ട് അതിൽ കേൾക്കാൻ പറ്റും. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, 4 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ആൻഡ് ആദ്യത്തെ യുദ്ധം അവസാനിക്കുന്നത് ട്രീറ്റി ഓഫ് മദ്രാസ് പ്രകാരമാണ്. ആൻഡ് 1780 മുതൽ 84 വരെ നടന്ന സെക്കൻഡ് ആംഗ്ലോ മൈസൂർ യുദ്ധം തുടങ്ങിയത് ശരിക്കും ബ്രിട്ടീഷുകാർ മാഹി അറ്റാക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. ആൻഡ് ട്രീറ്റി ഓഫ് മാംഗ്ലൂർ സൈൻ ചെയ്തിട്ടാണ് യുദ്ധം അവസാനിപ്പിക്കുന്നത്. ഈ യുദ്ധത്തിൻ്റെ മിഡിൽ വെച്ചിട്ടാണ് 1782 ഹൈദരാലി മരിക്കുന്നത്. ഹൈദരാലി മരിച്ച ശേഷമാണ് ടിപ്പു മൈസൂർ സൈന്യത്തിൻ്റെ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ മൈസൂർ റൂളറായിട്ട് മാറുന്നത്. പിന്നെ 1791, 92 സമയത്ത് മൂന്നാമത്തെ യുദ്ധം നടക്കുന്നു. ഇത് ബ്രിട്ടീഷുകാരുടെ അലൈ ആയിരുന്ന തിരുവിതാംകൂറിനെ അല്ലെങ്കിൽ ട്രാവൻകൂറിനെ ടിപ്പു അറ്റാക്ക് ചെയ്തു എന്നുള്ള കാരണം പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം സൈൻ ചെയ്തിട്ടുള്ള ട്രീറ്റി എന്ന് പറഞ്ഞാൽ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം എന്നുള്ളതാണ്. ട്രാവൻകൂർ അല്ലെങ്കിൽ തിരുവിതാംകൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം എന്നൊക്കെ പറയുന്ന പോലെ നീണ്ടൊരു പേരാണുള്ളത്, നമുക്ക് ആലോചിച്ച് വെക്കുക. ഇനി അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കൊല്ലൻ മ്യൂട്ടിനി ടുക്ക് പ്ലേസ് ഇൻ ദ ഇയർ. ഏത് വർഷത്തിലാണ് കൊല്ലൻ മ്യൂട്ടിനി അല്ലെങ്കിൽ കൊല്ലം
മ്യൂട്ടിനി ഏത് വർഷത്തിലാണ് നടന്നത് എന്നുള്ളതാണ്. 1806, 1809, 1812, 1817. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ശരിക്കും ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് ദി വേലുത്തമ്പി ദളവ. അപ്പൊ പിന്നെ ഉത്തരം കിട്ടി എന്ന് വിചാരിക്കുന്നു. വേലുത്തമ്പി ദളവയുടെ റിവോൾട്ടിനെ സംബന്ധിച്ചാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അതാണ് കൊല്ലം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഒരു തിരുവിതാംകൂർ എന്ന് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വേലുത്തമ്പി ദളവയുടെ കലാപം നടക്കുന്നുണ്ട്. ഹി വാസ് ദ ദിവാൻ ദേർ. ആൻഡ് ഈ ഒരു കലാപം നടക്കുന്ന വർഷം എന്ന് പറയുന്നത് 1809 1802 മുതൽ 1809 വരെ ഹി വാസ് ദ ദിവാൻ അല്ലെങ്കിൽ ദളവ ആയിരുന്നു എന്നുള്ളതാണ്. ഇനി 1806 നടന്നിട്ടുള്ള ഒരു ഇവന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെല്ലൂർ മ്യൂട്ടിനി എന്നുള്ളതാണ്. 6 വെല്ലൂർ എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് 1812 12 പ്രധാനപ്പെട്ട റിവോൾട്ടൊന്നും വരുന്നില്ല. പിന്നെ 1857 നമ്മുടെ 1857 റിവോൾട്ടും നടക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ചോദ്യം ഉള്ളത്, ഇവിടെ നടക്കുന്ന അടുത്തൊരു ചോദ്യം 812 യെസ്, പ്രധാനപ്പെട്ട മറ്റൊരു റിവോൾട്ട് എന്നുള്ളതിനാണ് കേട്ടോ, ഞാൻ മാറ്റി പറയുന്നു. സോ ദ ഇയർ 1812 വിറ്റ്നസ്ഡ് ദ റിവോൾട്ട് ഓഫ്. 812 ആരുടെ കലാപമാണ് നടന്നത്? കേരളവർമ്മ, പഴശ്ശിരാജ, വേലുത്തമ്പി, സി നായർസ്, ഓപ്ഷൻ ഡി കുറിച്യാസ്. ഇതിൽ ആരുടെ കലാപമാണ് 1812 നടന്നത് എന്നുള്ളതാണ്. സോ 1812 നടന്നിട്ടുള്ള കലാപം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി കുറിച്യാസ് എന്നുള്ളതാണ്. സോ കുറിച്യാസിന്റെ കലാപം 1812 നടന്നിരുന്നത്. പഴശ്ശിരാജ 1805 മരിച്ചിട്ടുണ്ട്, അറിയാലോ. 1805 പഴശ്ശിരാജ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴശ്ശിരാജ 812 കലാപം നടത്തൂല. 1809 വേലുത്തമ്പി ദളവയും മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അയാളും 812 കലാപം നടത്തില്ല. പിന്നെ നായർസ് കലാപം എന്ന് പറയുന്നത് ശരിക്കും വരുന്നത് 1816 അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കറക്റ്റ് ആൻസർ കുറിച്യാസിന്റെ റിവോൾട്ടാണ് 812. ഇനി കുറിച്യാസിന്റെ റിവോൾട്ടിൽ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കുറുംബാസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, കുറിച്യാസിന്റെ ലീഡർ ആയിരുന്നു ആര് എന്ന് പറയുന്നത്? രാമൻ നമ്പി. അതും പഠിച്ചു കേട്ടോ. രാമൻ നമ്പി എന്ന് പറയുന്നത് വാസ് എ ലീഡർ ഓഫ് ദ കുറിച്യാസ്. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. അഹിലത്തിരട്ടു അമ്മനൈ ക്യാരീസ് ദ ടീച്ചിങ്സ് ഓഫ്. അഹിലത്തിരട്ടു അമ്മനൈ എന്ന് പറയുന്നത് ആരുടെ ടീച്ചിങ്സ് ആണ് അതിൽ ഉൾക്കൊള്ളുന്നത്? രാമലിംഗ സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വാഗ്ബടാനന്ദ സ്വാമികൾ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അഹിലത്തിരട്ട് എന്നുള്ളത് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് വൈകുണ്ഠ സ്വാമികൾ എന്നുള്ളതാണ്. ഈ വൈകുണ്ഠ സ്വാമികളുടെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വഴിയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം രൂപീകരിച്ചിട്ടുള്ള ഒരു ജീവിത രീതിയായിരുന്നു ശരിക്കും അയ്യാവൈ എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടായിരിക്കും, അയ്യാവഴി. ഈ അയ്യാവഴി എന്നുള്ളതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു ടൈം അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ധർമ്മയുഗം എന്ന് പറയുന്നത്. ധർമ്മയുഗം എന്ന് പറയുന്നത് അയ്യാവഴിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ആൻഡ് ഈ ഒരു അഹിലത്തിരട്ട് അമ്മനൈ എന്ന് പറയുന്ന ഈ ഒരു വർക്കിനകത്താണ് ഈ ഒരു അയ്യാവഴിയുടെ ബേസിക് ടെനൻസ് ഒക്കെ പരാമർശിക്കുന്നത്. ആൻഡ് വൈകുണ്ഠ സ്വാമികളുടെ ഐഡിയാസ് ഒക്കെ അതിനകത്താണ് വരുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യമാണ് ദ മോസ്റ്റ് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ വാസ് ഫൗണ്ടഡ് ബൈ. സ്വദേശാഭിമാനി എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ആരാണ് സ്ഥാപിച്ചത്? രാമകൃഷ്ണ പിള്ള, ജി സുബ്രഹ്മണ്യ പിള്ള, വക്കം അബ്ദുൽ ഖാദർ മൗലവി, മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എല്ലാവരും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന് ഓടിപ്പോവാൻ സാധ്യതയുണ്ട്. പക്ഷേ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള വാസ് ദ എഡിറ്റർ. അദ്ദേഹം അതിൻ്റെ എഡിറ്റർ ആയിരുന്നു. ആൻഡ് അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1805 എന്ത് സ്വദേശാഭിമാനി എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ഫൗണ്ട് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ ഡെമോക്രാറ്റിക് റൈറ്റിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. ഇവിടെ 1805 അല്ല, 1905 കേട്ടോ, ഒറ്റ മിസ്റ്റേക്ക്. 1905 1805 അല്ല, 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇത് തുടങ്ങുന്നത്. 1905
1906 എന്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അതിൻ്റെ എഡിറ്ററായിട്ട് മാറുന്നത്. അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല പവറുള്ള, അത്യാവശ്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മാത്രമുള്ള അധികാരവും അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നുള്ള പേരിൽ തന്നെ അത് പോപ്പുലർ ആവുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു സ്വദേശാഭിമാനി എന്ന പേരിലൊക്കെ പോപ്പുലർ ആവുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, ദ ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ ഓഫ് 1936 took place at 1936 ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ തുടങ്ങിയത് എവിടെയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എവിടെയാണ് നടന്നത്? ട്രിവാൻഡ്രം, കൊച്ചിൻ, കാലിക്കറ്റ്, തൃശ്ശൂർ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കൊച്ചിൻ എന്നുള്ളതാണ്. കൊച്ചിയിലാണ് ശരിക്കും ഇറ്റ് വാസ് ആൻ അജിറ്റേഷൻ അഗെയിൻസ്റ്റ് ദി പ്രൈവറ്റൈസേഷൻ ഓഫ് ഇലക്ട്രിസിറ്റിനെ പ്രൈവറ്റൈസ് ചെയ്യുന്നതിനെതിരെ നടന്നിട്ടുള്ള ഒരു അജിറ്റേഷൻ ആയിരുന്നു ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഓൾ ഇന്ത്യ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഇൻ മലബാർ വാസ് ഫോംഡ് ഇൻ. ഏത് വർഷത്തിലാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി മലബാറിൽ ഫോം ചെയ്യുന്നത്? 1931, 1932, 1933, 1934. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 1934 എന്നുള്ളതാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി മലബാറിൽ ഫോം ചെയ്യുന്നത് 1934ലാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ കൃഷ്ണപിള്ള, അതുപോലെ തന്നെ പി കൃഷ്ണപിള്ള, അതുപോലെ തന്നെ EMS, ഇവരൊക്കെ അതിൻ്റെ ലീഡേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ്. ഇനി നമ്മുടെ അടുത്തൊരു ചോദ്യം നോക്കാം. പട്ടം, ഒറ്റി, ഇനാം ആൻഡ് വിരുതി ടെന്യൂർസ് കെയിം അണ്ടർ. ഇതൊക്കെ ഒരു ലാൻഡ് ടെന്യൂർസ് ആണ്. അതിനകത്ത് ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നതായിരുന്നു എന്നുള്ളതാണ്. ബ്രഹ്മസ്വമാണോ, ദേവസ്വമാണോ, പണ്ടാരം വകയാണോ, ജന്മിയാണോ എന്നുള്ളത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി പണ്ടാരം വക അല്ലെങ്കിൽ പണ്ടാരവക എന്നുള്ളതാണ്. പണ്ടാരവക എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ലാൻഡ്, ഓക്കെ, സ്റ്റേറ്റ് ലാൻഡ് ഓർ ക്രൗൺ ലാൻഡ് എന്നുള്ളതാണ്. ബ്രഹ്മസ്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രാഹ്മിൻസിൻ്റെ ലാൻഡാണ് ബ്രഹ്മസ്വം എന്ന് പറയുന്നത്. ദേവസ്വം എന്ന് വെച്ചാൽ ടെമ്പിൾ ലാൻഡാണ്. ജന്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വൺ ഹൂ ഓൺസ് ദ ലാൻഡ് എന്നുള്ളതാണ്. പിന്നെ ഈ ഒറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു പണയം, അതാണ് ശരിക്കും ഒറ്റി എന്ന് പറയുന്നത്. ഇനാമും എ കൈൻഡ് ഓഫ് ലാൻഡ് ഡൊണേഷനാണ്. വിരുതി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്പൽസറി സർവീസ്, ഒരു കൈൻഡ് ഓഫ് എന്താണ് പറയല്, ഒരു വേല, അതാണ് ശരിക്കും വിരുതി എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ദ ഫോളോയിങ് ഫോക്ക് ആർട്ട് ഈസ് പോപ്പുലർ ഇൻ മലബാർ. ഏതാണ് മലബാറിൽ പോപ്പുലർ ആയിട്ടുള്ള ഫോക്ക് ആർട്ട് എന്ന് പറയുന്നത്? വില്ലുപാട്ട്, പല്ലുപാട്ട്, തെയ്യം, കളരിപ്പയറ്റ്. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി തെയ്യം എന്നുള്ളതാണ്. ഇനി വേറൊരു ചോദ്യം നോക്കാം. ദ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് തിരുക്കൊച്ചിയുടെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ ആരായിരുന്നു എന്നുള്ളതാണ്. പട്ടം താണുപിള്ളൈ, TK നാരായണപിള്ള, TK നാരായണ മേനോൻ, ജോസഫ് മുണ്ടശ്ശേരി. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി TK നാരായണ മേനോൻ എന്നുള്ളതാണ്. ഇനി വേറൊരു ചോദ്യം നോക്കാം. ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് മോഡേൺ കേരള. കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി പട്ടം താണുപിള്ള, TK നാരായണപിള്ള, TK നാരായണ മേനോൻ, ഡി ജോസഫ് മുണ്ടശ്ശേരി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ജോസഫ് മുണ്ടശ്ശേരി എന്നുള്ളതാണ്. അധികം ഡിസ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഇതിനടുത്തത് ദ ഫസ്റ്റ് പോളിയോ ഫ്രീ ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള. കേരളത്തിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ പത്തനംതിട്ട എന്നുള്ളതാണ്. ഇനി 35ാമത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സെഷനിലെ 15ാമത്തെ ചോദ്യമാണ്. പീപ്പിൾസ് പ്ലാനിംഗ് ഒറിജിനേറ്റ് ഫ്രം. ഈ ഒരു പീപ്പിൾസ് പ്ലാനിംഗ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? അസംബ്ലി, പഞ്ചായത്ത്, പാർലമെന്റ്, പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പഞ്ചായത്ത് എന്നുള്ളതാണ്. താഴേക്കടയിലുള്ള പഞ്ചായത്ത് വാർഡ് തലത്തിലൊക്കെയാണ് പീപ്പിൾസ് പ്ലാൻ എന്നുള്ളതിൻ്റെ ഒരു ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഈ ഒരു ചോദ്യത്തിനകത്ത് ചെറിയൊരു പോരായ്മയുണ്ട്. ദ ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി വാസ്. ഓപ്ഷനിൽ ശരിക്കും അലക്സാണ്ടർ കണ്ണിങ്ഹാം ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്നുള്ളതാണ്. സോ അത് പഠിച്ചു വെക്കുക. അലക്സാണ്ടർ കണ്ണിങ്ഹാം ക്യാൻ ബി കൺസിഡർ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി. ഇനി വേറൊരു ചോദ്യമാണ്, കുറച്ചുകൂടി ഒരു ട്വിസ്റ്റ് ചെയ്യുന്ന അടുത്തൊരു ചോദ്യമാണ്. ഫാദർ ഓഫ് ന്യൂ ഇന്ത്യൻ ആർക്കിയോളജി.
അതിനകത്ത് കറക്റ്റ് ആൻസർ, പ്രോബബിൾ ആൻസർ എന്ന് പറയുന്നത് ജോൺ മാർഷൽ എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ചോദ്യം, ദ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് ദി പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. പലപ്പോഴും നമ്മൾ കൺഫ്യൂസിങ് ആക്കാൻ സാധ്യത ഉള്ള ഒരു ഏരിയ ആണ്. പ്രീ ഹിസ്റ്റോറിക് പീരീഡിലെ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി എന്ന് പറയുന്നത് എന്ത്? ഡിസ്കവറി ഓഫ് റൈറ്റിംഗ്, ഡിസ്കവറി ഓഫ് ഫയർ, ഡിസ്കവറി ഓഫ് ആനിമൽസ്, ഡിസ്കവറി ഓഫ് അഗ്രികൾച്ചർ. പലപ്പോഴും നമുക്ക് ഫയർ ആണോ അഗ്രികൾച്ചർ ആണോ എന്നുള്ള രീതിയിലൊക്കെ സംശയം ഉണ്ടായേക്കാം. പക്ഷേ ഫയർ എന്നുള്ളത് കുറേ മുൻപ് തന്നെ നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും അധികം ദൂരവ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ശരിക്കും അഗ്രികൾച്ചറിനെ തന്നെയായിരുന്നു. അഗ്രികൾച്ചറിൻ്റെ ഒരു കേസിൽ അഗ്രികൾച്ചർ തുടങ്ങിയതോട് കൂടിയിട്ടാണ് മനുഷ്യൻ സെറ്റിൽഡ് ലൈഫ് തുടങ്ങുന്നത്. മനുഷ്യൻ മൃഗങ്ങളെ പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ എല്ലാ മൃഗങ്ങളെയും, എല്ലാന്ന് വെച്ചാൽ നമുക്ക് അഗ്രികൾച്ചറിന് ആവശ്യമുള്ള കാള, തുടങ്ങിയിട്ടുള്ള മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്താൻ വേണ്ടി തുടങ്ങിയത്. അതുപോലെ തന്നെ കൃഷി ഡെവലപ്ഡ് ആവുന്ന സമയത്താണ് നമ്മുടെ ധാന്യങ്ങളൊക്കെ സ്വരുക്കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോട്ടറീസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൃഷി വളർന്നപ്പോൾ നമ്മൾ അത് കച്ചവടത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരു അർബനൈസേഷനൊക്കെ തുടങ്ങുന്നു. ഇതിൻ്റെ ഒക്കെ റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അഗ്രികൾച്ചർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി തന്നെയാണ്. ദർ ഇസ് നോ ഡൗട്ട് അറ്റ് ഓൾ. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. 2 ചോദ്യം കൂടി നോക്കിയിട്ട് നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യും. സോ ഹാരപ്പൻ സിവിലൈസേഷൻ ബിലോങ്ഡ് ടു ദി നിയോളിത്തിക് പീരീഡ്, മെഗാലിത്തിക് പീരീഡ്, പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ്. ഇവിടെ അധികം സംശയത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ് എന്നുള്ളതാണ്. ഇനി മേ ബി ബ്രോൺസ് ഏജ് എന്ന് കണ്ടു കഴിഞ്ഞാലും യു ക്യാൻ ഗോ വിത്ത് ദാറ്റ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് എന്താണ് ഇവിടെ സ്യൂട്ടബിൾ ആൻസർ എന്ന് പറയുന്നത് പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ് ആണ്. നമ്മൾ ഹിസ്റ്ററിനെ പ്രീ ഹിസ്റ്റോറിക്, പ്രോട്ടോ ഹിസ്റ്റോറിക്, ഹിസ്റ്റോറിക് എന്ന് തിരിക്കാറുണ്ട്. പ്രീ ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന സ്റ്റോൺ ഏജ് കാലഘട്ടത്തിന്, അതായത് റിട്ടൺ റെക്കോർഡ്സ് ഒന്നും അവൈലബിൾ അല്ലാത്ത കാലഘട്ടത്തിന് നമ്മൾ പ്രീ ഹിസ്റ്റോറിക് എന്ന് പറയും. പ്രോട്ടോ ഹിസ്റ്റോറിക് എന്ന് പറയുന്നത് റിട്ടൺ റെക്കോർഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്, പക്ഷേ നമുക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സ്ക്രിപ്റ്റ്, അപ്പോൾ അവരുടെ എഴുത്ത് കിട്ടിയിട്ടുണ്ട്, പക്ഷേ വായിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് കൺസിഡർ ചെയ്യും. പിന്നെ ഹിസ്റ്റോറിക് പീരീഡ് ആണ്, നമുക്ക് റിട്ടൺ റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്, വായിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മൾ വേദിക് പീരീഡ് മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ഈ ഒരു സെഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following was not counted in terms of wealth during the early Vedic period? ഈ ഒരു ക്വസ്റ്റ്യനിൽ കുറച്ചൊക്കെ നമ്മുടെ ഒരു ഐഡിയ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളത്. ഒന്ന് ഓപ്ഷൻ എ കാറ്റിൽ, ഓപ്ഷൻ ബി ഗോൾഡ്, ഓപ്ഷൻ സി ഹീറോസ്, ഓപ്ഷൻ ഡി ഡാൻസിങ് ഗേൾസ്. ഇവിടെ വെൽത്തിൻ്റെ ഒരു മെഷറായിട്ട് കൺസിഡർ ചെയ്യാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടുത്തെ ഒരു മോസ്റ്റ് പ്രോബബിൾ ആൻസർ എന്ന് പറയുന്നത് ബി ഗോൾഡ് എന്നുള്ളതാണ്. കാരണം ആ സമയത്ത് ഗോൾഡ് ഒരു വെൽത്തിൻ്റെ ഒരു മെഷറായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല. അതേസമയം കാറ്റിൽ എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട വെൽത്തിൻ്റെ മെഷർ ആയിരുന്നു എന്നുള്ളതുമാണ്. മറ്റുള്ളതൊക്കെ അവിടെ ഉണ്ട് എന്നുള്ള രീതി നമ്മൾ സങ്കല്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമുക്കിവിടെ ആൻസർ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഗോൾഡ് അവിടെ വരുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഗോൾഡിലേക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് വേണ്ട മറ്റു ഏരിയാസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം, അതൊക്കെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ആൻഡ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്. ആ ലിങ്കിൽ കയറിയിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം, മറ്റൊരു സെഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.